ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ പി ചിത്തരഞ്ജൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ചിത്തരഞ്ജൻ, ഇന്നേക്ക് 9 ദിവസമായിരിക്കുകയാണ് ഈ മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട്. ഇന്ന് ഈ മുതലപ്പുഴയിൽ ഇന്നലെ മന്ത്രി CP ജോൺ കുറച്ച് ഉറപ്പുകളൊക്കെ കുടുംബത്തിന് നൽകിയിരുന്നു. പരിചയസമ്പന്നരായ മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് രാവിലെ തെരച്ചിൽ ആരംഭിക്കാമെന്ന്. എന്നാൽ അവരുടെ ഈ മന്ത്രിയുടെ ഉറപ്പെല്ലാം പാഴ്വാക്കാകുന്നതാണെന്ന് കാണാൻ സാധിച്ചത്. രാവിലെ വെളുപ്പിന് 5:45 കൂടി തന്നെ മത്സ്യത്തൊഴിലാളികളൊക്കെ അവിടെ എത്തുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അധികൃതരൊക്കെ എത്തിയത് ഏറെ വൈകിയാണ്. ഈ ഉച്ചയായപ്പോൾ ഒരു സംഘം സ്കൂബ ഡൈവേഴ്സ് എത്തി 1 മണിക്കൂർ തെരച്ചിൽ നടത്തി അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇത് മുതലപ്പുഴയിലെ മാത്രം കാര്യമല്ല, വിഴിഞ്ഞത്ത് നിന്ന് കാണാതായവരെയും നീണ്ടകരയിൽ നിന്ന് കാണാതായവരെയും കണ്ടെത്തുന്നതിനെ കുറിച്ചുള്ള തെരച്ചിൽ ഈ മന്ദഗതിയിലാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് സർക്കാരിന് ഇത്രയും ഒരു അലംഭാവം ഈ കാര്യത്തിലുള്ളത്? ഞാനിപ്പോൾ നീണ്ടകരയില് 3 പേർ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലാണ് നിൽക്കുന്നത്. അവിടെ ഇനി തിരിച്ചു വരുവാനുള്ള ഗൗതം കൃഷ്ണയെ കാത്ത് അമ്മയും അമ്മുമ്മയും മറ്റു ബന്ധുക്കളും എല്ലാം അവിടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന കാഴ്ചയിലാണ് കാണാൻ കഴിയുന്നത്. അവിടെയും അവരെല്ലാം പറയുന്ന ഒരേ ഒരു പ്രശ്നം, ഇതിന്റെ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഏകോപനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂനതകളെ കുറിച്ചാണ്. നമ്മുടെ കേരളത്തിന്റെ ഒരു ഗതികേടെന്ന് തന്നെ പറയാവുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഫിഷറീസ് വകുപ്പ് മാറിയിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസങ്ങളാണ് ഈ ജൂൺ ജൂലൈ മാസങ്ങൾ. ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ വരാൻ പോകുന്ന ഈ പ്രളയത്തെയും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭത്തെയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ചില ക്രമീകരണങ്ങൾ വരുത്തുമായിരുന്നു. പ്രത്യേകിച്ച് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇതിനു വേണ്ടി ഒരു പ്രത്യേക DDയെ ചുമതലപ്പെടുത്തുമായിരുന്നു. അങ്ങനെ ഒരു പോസ്റ്റ് തന്നെയുണ്ട്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ തന്നെ ഈ ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ ആ ചുമതലയുണ്ടായിരുന്ന DDയെ സ്ഥലം മാറ്റി, രാഷ്ട്രീയ വകപോക്കലുടെ സ്ഥലം മാറ്റി. എന്നിട്ട് ഇപ്പോഴും ആ പോസ്റ്റിലേക്ക് ആളെ വെച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങനെ ഏകോപനം നടക്കും? ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള നിലയിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ വകുപ്പുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇല്ലാത്ത നിലയിൽ അനാഥമായി നിൽക്കുകയാണ് നമ്മുടെ ഫിഷറീസ് വകുപ്പ്. ഇവിടെ വേണ്ടത് ഈ രക്ഷാപ്രവർത്തനത്തിൽ പ്രാദേശികമായി തദ്ദേശികരായ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ളവരുടെ സേവനം കൂടെ വിനിയോഗിക്കണം. അതിനവർ തയ്യാറാണ്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, അവരെ പ്രയോജനപ്പെടുത്തുവാൻ പോലും ഒരു ഏകോപിപ്പിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ഈ തീരദേശത്ത് ഇനിയും തിരിച്ചു വരുവാനുള്ള 4 പേരെ കാത്തിരിക്കുകയാണ്. 11 പേരാണ് ഈ കുറഞ്ഞ ദിവസക്കാലത്തുള്ളിൽ തീരത്ത് മത്സ്യബന്ധനത്തിന് പോയവർ മരണപ്പെട്ടത്. മുതലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇതിനു മുമ്പും പല അപകടങ്ങൾ ഉണ്ടാകുന്ന വേളയിലെല്ലാം അതിന് പരിഹാരമുണ്ടാക്കാനും അവിടെ ചെന്ന് സാന്ത്വനം ഏകാനും അവിടുത്തെ ദുഃഖിതരായിട്ടുള്ള ജനങ്ങളോടൊപ്പം നിൽക്കുവാനും അന്ന് മന്ത്രിമാരും അതുപോലെ തന്നെ MLAയും ഒക്കെ സജീവമായി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർക്കുകയാണ്. അന്നത്തെ അവിടുത്തെ MLA ആയിരുന്ന സഖാവ് ശശി ഈ കാര്യത്തിലെല്ലാം അവിടുത്തെ ജനങ്ങളോടൊപ്പം നിൽക്കിട്ടുള്ള ഒരാളാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാലോ, കടപ്പുറത്തെക്കുറിച്ചോ ആ മേഖലയെക്കുറിച്ചോ അവിടുത്തെ ജനങ്ങളെക്കുറിച്ചോ ഒരു ധാരണയും ഇല്ലാത്ത ഒരു ജനപ്രതിയാണ് ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ടു വന്നത്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, ജനവിധിയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഗഫൂർ എന്ന് പറയുന്ന ഇന്നത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി, ഈ വകുപ്പിന് തന്നെ ഒരു അപമാനമാണ്. ഈ തൊഴിലാളികൾക്ക് ഒരു പ്രതീക്ഷയും ഈ വകുപ്പിനെ കുറിച്ചും ഈ മന്ത്രിയെ കുറിച്ചും ഇന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഇനി അവശേഷിക്കുന്ന സന്ദർഭത്തിലെങ്കിലും ഉറപ്പുകൾ കൊടുത്താൽ പോരാ, ഉറപ്പുകൾ പാലിക്കപ്പെടാൻ തയ്യാറാകണം. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം ഗവൺമെന്റ് എന്നുള്ളതാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. അതായത് ഈ ഫിഷറീസ് മന്ത്രി ഈ അബ്ദുൾ ഗഫൂർ ഇതുവരെയും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യമാണ്. ഫിഷറീസ് വകുപ്പും ഇത്തരത്തിലൊരു മന്ത്രിയും ഉണ്ടോ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഞാനും അത് തന്നെയാണ്. ഈ 3 പേർ മരണപ്പെട്ട വീടുണ്ടല്ലോ, ആ വീട്ടിന്റെ ഒരു അവസ്ഥയെന്ന് ആലോചിച്ച്. അതുപോലെ തന്നെ വിഴിഞ്ഞത്ത് 2 പേർ, മുതലപ്പുഴയിൽ 2 പേർ, ആലപ്പുഴയിൽ ജൂലൈ മാസം 23-ാം തീയതി ഒരു മത്സ്യത്തൊഴിലാളി പോയതാണ്. ഇവരാരും ഈ വീടുകളിലേക്കൊന്നും ഒന്ന് എത്തണമല്ലോ, ഒന്ന് ചെല്ലണമല്ലോ, അവരൊന്ന് ആശ്വസിപ്പിക്കണമല്ലോ. അതൊന്നും നടക്കുന്നില്ല. പകരം ഏതെങ്കിലുമൊക്കെ മന്ത്രിക്ക് ചുമതല കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാറുകയല്ല ചെയ്യേണ്ടത്. ഫിഷറീസ് വകുപ്പ് മന്ത്രിമാരായിരുന്നവരാരും അങ്ങനെയല്ല പ്രവർത്തിച്ചിട്ടുള്ളത്. ഇന്ന് ഈ വകുപ്പ് ഉണ്ടോ അല്ലെങ്കിൽ മന്ത്രി ഉണ്ടോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ അപ്പുറം വലിയൊരു അനാഥത്വമാണ് ഇന്ന് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഇന്ന് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ശരി.
ഈ സമയം നമ്മോട് പ്രതികരിച്ചതിന്.